ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി, പഠിക്കുന്നതിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നാണ്. നമുക്കാണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ടെങ്കിലും അതിനകത്തൊരു ഫേവറേറ്റ് സബ്ജക്റ്റ് കാണും അല്ലേ? അത് ചിലപ്പോൾ ആ ടീച്ചറിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുന്നത്. എങ്കിലും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാമെന്ന് നോക്കാം. ഞാൻ ചെയ്ത് നോക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് അത് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കണം. ഫസ്റ്റ് അതാണ് വേണ്ടത്. അല്ലാതെ സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല, അങ്ങനെയല്ല ചെയ്യേണ്ട. ആദ്യം നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ ഒന്ന് ജസ്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങണം. എനിക്കാണ് മാത്സ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ ചിത്ര ട്യൂഷൻ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാത്സിനോട് ഇഷ്ടം തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് അത്യാവശ്യം മാർക്കാണ്, പക്ഷേ മാത്സ് അത്യാവശ്യം മാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് അതെങ്ങനെയും പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശി വന്നു. രണ്ടാമത് വേണ്ട കാര്യമാണ് വാശി. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്ക് അത് പഠിച്ചെടുക്കണം, അതെങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം ഇൻട്രസ്റ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണോ ചെയ്യാൻ ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമാണോ, നടന്നുകൊണ്ട് നിങ്ങൾ പഠിക്കണം. അല്ല ഇപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നടക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നടന്ന് പഠിക്കുമായിരുന്നു. പിന്നെ അല്ലാതെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് പഠിക്കുന്നു കുറച്ചുകൂടി ഇതാണ്. വെളിയിലൊക്കെ പോയിരിക്കുക, നമ്മൾ ആ പഠിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നമ്മളുടെ ആ ഒരു ബ്രെയിനിൽ തന്നെ ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പോലും പഠിക്കാൻ തോന്നും. ഞാൻ ഇത് ചെയ്ത് നോക്കിയ കാര്യം എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട്. പിന്നാണെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കാര്യം ഇപ്പം ഇത് വെക്കണം, ഒരു മൊഡ്യൂൾ ആണെങ്കിൽ അതിൻ്റെ പകുതി ഇത്ര മണിയാകുമ്പോൾ നമ്മൾ പഠിച്ച് തീരണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. ഞാനാണ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതിനാൽ, ഞാനാണെങ്കിൽ ഏതെങ്കിലുമൊക്കെയാണ് സബ്ജക്റ്റ് പഠിക്കാൻ പേടിയല്ല, ഭയങ്കര ചെറിയ പേടി ഉണ്ടായിരുന്നു. ഭയങ്കര പാടാണെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റ് എടുക്കും. എന്നിട്ട് ഞാൻ അത് നോക്കും എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണെന്ന്. ആദ്യമൊന്നും നമുക്ക് നോക്കിയാലും പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വാശിയുണ്ട്, ആ വാശിയിലൂടെ എങ്ങനെയും പഠിച്ചെടുക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ കൂടുതലും ടെറസിനെ മടക്കി പോയിരുന്നതാണ് പഠിക്കാറ്. പ്രകൃതിയുമായിട്ട് എങ്ങനെയെങ്കിലും ചേർന്ന് പഠിക്കുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനും തോന്നും. ഞാൻ അവിടെ പോയിരിക്കുമ്പം ഞാനിപ്പം വൈകിട്ട് 3 മണിക്കൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് പോയിരിക്കുമ്പം ഞാൻ ഉറപ്പിക്കും ഇത്രയും ചാപ്റ്റർ പഠിച്ച് തീരാതെ ഇവിടുന്ന് എണീക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിക്കും. അതുകൊണ്ട് ഞാൻ 6 മണി ആയാലും 6:30 വരെ ടെറസിൻ്റെ മണ്ടിക്കിട്ട് നമ്മൾ ഫുള്ള് പഠിച്ച് തീർന്നിട്ടായിരിക്കും അകത്ത് കയറുന്നത്. അപ്പോൾ എനിക്കാണ് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യം ഞാൻ പഠിച്ചെടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ടിലാണെങ്കിൽ വലിയ എസ്സേകളൊക്കെയാണ് സ്റ്റിക്കി നോട്ടിൽ എഴുതും. ചെറുതായിട്ട് എഴുതി വെച്ചിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. എടി ഇത്രയേ ഉള്ളൂ, സ്റ്റിക്കി നോട്ട് ഇത്രയല്ലേ ഉള്ളൂ, ചെറുതല്ലേ. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറുതാ എസ്സേ, ഇത് നിനക്ക് പഠിക്കാമല്ലോ, ഇവൻ എന്തിനാ പേടിക്കുന്നത്. അങ്ങനെ 2-3-5 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് തറയ്ക്കും. ഇത്രയേ ഉള്ളൂ, പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എസ്സേകൾ പഠിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്കതുപോലെ അത്യാവശ്യത്തിന് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. ആവറേജ് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സ്മൈൽ ആൻഡ് ബി